നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനാസ് അമേസിംഗ് വേൾഡ്. രാവിലെ ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കടലക്കറി ഇന്നലെ രാത്രി തന്നെ കടല കുതിർക്കാൻ വെച്ചിരുന്നേ. അപ്പോൾ രാവിലെ ആ വെള്ളം എടുത്ത് കളഞ്ഞതിന് ശേഷം, നേരത്തെയൊക്കെ ഞാൻ ഈ വെള്ളം തന്നെ ഉപയോഗിക്കുമായിരുന്നു, അതിൻ്റെ ഗുണമൊക്കെ പോകണ്ടെന്ന് വെച്ചിട്ട്. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് എന്തോ കറിക്ക് എന്തോ അത്ര ടേസ്റ്റ് പോരാന്ന് തോന്നിയിട്ട് ഇപ്പം ഞാൻ ആ വെള്ളം കളഞ്ഞതിന് ശേഷം പുതിയ വെള്ളം ചേർത്തിട്ടാണ് കടല കറി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അത് പുതിയ വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പത്തോട്ട് വെച്ചു. ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ സവോളയും ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ എടുത്തൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇന്നലെ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ബാക്കി സവോളയും കൂടെ അരിഞ്ഞെടുത്തു. പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചു. ഞാൻ ഇപ്രാവശ്യം ഇത് ഒന്നും വഴറ്റാതെ നേരെ കടലയിലേക്ക് തന്നെയാണ് ചേർക്കുന്നത്. ഈ അരിഞ്ഞത് സവാള, പച്ചമുളക്, തക്കാളി. പിന്നെ കൂടെ തന്നെ ഞാൻ ഓർക്കാതെ മുളക് പൊടി എടുത്തിട്ടു. പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ പിന്നെ അറിഞ്ഞ് തന്നെ ഇട്ടേ. മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് അതങ്ങ് വേകാൻ വെച്ചു. മുളക് പൊടിയൊക്കെ ശരിക്കും ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് വേണമായിരുന്നു ഇടാനുള്ളത്, അത് വിട്ടുപോയി. അപ്പോൾ മല്ലിപ്പൊടി നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. അപ്പം പിന്നെ എൻ്റെ കയ്യിൽ മല്ലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിക്കാനായിട്ട് എടുത്താണ് കേട്ടോ. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് മല്ലിയൊക്കെ പൊടിക്കുന്നത്. മല്ലി നേരത്തെ ഞാൻ മുളക് പൊടിച്ചിട്ടുണ്ട്, പക്ഷെ മല്ലി ആദ്യമായിട്ടാണ് ഞാൻ പൊടിച്ചത്. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടാ. പിന്നെ അപ്പോഴത്തേക്ക് കടല ഏകദേശം വെന്ത് തുടങ്ങി. പിന്നെ ഞാൻ ചോറ് കുറച്ച് തിളപ്പിച്ച് മാറ്റി. പിന്നെ ഇത് മസാല ടീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലിട്ട് കുറച്ച് ഇഞ്ചിയൊന്ന് ഞാൻ ചേർത്ത് വെച്ച്. പിന്നെ ഇത് കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. അതൊന്ന് മൂപ്പിച്ചെടുത്ത് കേട്ടോ. പിന്നെ ആ കൂടെ ഞാൻ ചപ്പാത്തിയും കൂടെ ഒന്ന് ചുട്ടു മാറ്റുകയാണ്. ഇന്ന് ചപ്പാത്തി പാക്കറ്റാണ് ഈയിടെയായിട്ടെല്ലാം ഞാൻ മേടിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടി. കടല നന്നായിട്ട് വെന്ത് ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കി വെന്തോന്ന് കണ്ടപ്പം കുറച്ച് കടല എടുത്ത് ഞാൻ അരയ്ക്കാനായിട്ട് എടുത്ത് മാറ്റി കേട്ടോ. അപ്പം എനിക്ക് സമയമില്ല, ഞാൻ ഐസ് വാട്ടർ ഒഴിച്ച് അരച്ചെടുത്ത് പിന്നെ അതിനെ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ആണ് ഞാൻ പൊടി ചൂടാക്കാനായിട്ട് ആ അടുപ്പിലോട്ടാണ് വെച്ചത്. അത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ പച്ചമണം എല്ലാം പോയി കഴിഞ്ഞപ്പോൾ കടലക്കറിയിലോട്ട് ഇട്ട് കൊടുത്തു. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് എനിക്കൊരു അടുത്തൊരബദ്ധവും കൂടി പറയാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ അതിനെ ഒന്ന് എന്തായാലും താളിച്ച് ചേർക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കുറച്ച് സവോളയും കൂടെ ഇട്ടിട്ട് വേവിച്ച് ചേർത്തു. പിന്നെയും ഞാൻ മറന്നുപോയി കറിവേപ്പില ഇടാൻ. അപ്പോൾ വീണ്ടും ആ ചൂട് പാനിലേക്ക് കറിവേപ്പില എടുത്തിട്ടിട്ട് അതും ഒന്ന് ഇളക്കിയിട്ട് കടലക്കറിയിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് വിനോട്ടിന് ഇന്ന് ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ധൃതി പിടിച്ച് വിനോട്ടിനുള്ള ചോറ് ശരിയാക്കാനുള്ള ഒരു ധൃതിയിൽ ആയിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് മോര് കാച്ചി വിനോട്ടിന് മുട്ടയൊക്കെ വറുത്ത് അങ്ങനെയൊക്കെ എന്തായാലും ചോറൊക്കെ കൊടുത്ത് വിട്ടു ഞാൻ. വിനോട്ടിന് പോയി കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തൂടെ നോക്കിയപ്പോഴാണ് കുഞ്ഞിതേ ഒരു ചെടി അങ്ങോട്ട് മറിച്ച് അവിടെ താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയെങ്കിലും ഞാനൊന്ന് വളർത്തിയെടുത്തോണ്ട് വരികയാണ്. കാരണം പല പ്രാവശ്യം ഞാൻ അമ്മയുടെ നിന്ന് മേടിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോയതാണ്. പക്ഷേ ഇപ്പം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് നമ്മുടെ മോർണിംഗ് ഗ്ലോറി ഞാൻ മേളിൽ നിന്ന് താഴെ കൊണ്ടുവച്ച വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് നന്നായിട്ട് അതേ പൂത്ത് നിൽപ്പുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ എങ്ങാനും വെച്ച് കഴിഞ്ഞാൽ പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം താഴെ നിന്ന് മേളിലോട്ടും മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പല പ്രാവശ്യമായി ഇതിനെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇതേ നന്നായിട്ട് പൂത്തിരിപ്പുണ്ട്. കടലക്കറി എങ്ങനെയുണ്ട്? എന്നൊരു പുതിയ രീതി വെച്ചതാ, കൊള്ളാവോ? ആണോ? ചായയോ? മസാല ടീ ഇഷ്ടപ്പെട്ടോ? നിനക്കല്ലേ ഇത്രയും പൊക്കക്കുറവ്? നീ പൊങ്ങിയിരുന്നേ. എന്തിനിങ്ങനെ വളഞ്ഞിരിക്കുന്നേ? ഇത്രയും പൊക്കമുള്ള ഇഷ്ടപ്പെട്ടോ? അപ്പം ഓക്കെ, സെറ്റ്. താങ്കാണ്. പിന്നെ
അച്ചുവിന് ഫുഡും കൊടുത്ത് ഞാനും കഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയത്. അച്ചുവിൻ്റെ അഭിപ്രായമാണ് കേട്ടത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു, വിനോട്ടിനോട് ചോദിച്ചാൽ വിനോട്ടിനും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലതാണ്, എളുപ്പമുണ്ട് ഇങ്ങനെ വെക്കാൻ. കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ഞാനിന്ന് കുറച്ച് മറവികളൊക്കെ കാണിച്ചുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി സമയം എടുത്തു പോയത് കേട്ടോ. പിന്നെ ഇത് വളരെ വിഷമത്തോടെ വന്ന് നിൽക്കുകയാണ്. ഞാൻ ആ ചെടിയൊന്ന് വെട്ടാനായിട്ട് ആദ്യം കുറേ നേരം ആലോചിച്ച് വേണോ വേണ്ടേ എന്നൊക്കെ. പക്ഷേ വിനോട്ടൻ പറഞ്ഞു അത് വെട്ടി മാറ്റണം അവിടെ നിന്ന്, അതവിടെ നിൽക്കുന്ന കാരണം താഴെ നിൽക്കുന്ന ഒരു ചെടിക്കും വെയിലും കിട്ടുന്നില്ല. പിന്നെ ആ ഒരു ഭാഗം മുഴുവൻ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം മാറ്റി അവിടെ പുതിയ നല്ല രീതിയിലാക്കണം. അത് കാരണം അത് വെട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം വിനോട്ടൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ വിനോട്ടൻ അത് ഫുള്ള് വെട്ടിക്കളയും. ഞാൻ കരുതി അതിനെ ഒരു താഴ്ത്തി നിർത്താം. ഇത്രയും പൊക്കം എനിക്ക് കുറച്ചും കൂടെ താത്ത് വെട്ടണം. പിന്നെ ഞാൻ അതിൽ നിന്നൊരു കമ്പെടുത്ത് മാറ്റി കുത്തി വെച്ചു കേട്ടോ. കാരണം എനിക്ക് ഇവിടെ പൂജയ്ക്കൊരു ഇച്ചിരി പൂവെടുക്കാനോ അമ്പലത്തിൽ പോകുമ്പോൾ ഇച്ചിരി പൂ കൊടുക്കാനോ ഒക്കെ ഉള്ളൊരു ചെടിയായിരുന്നു കേട്ടോ. എപ്പോഴും എനിക്ക് അതിൽ നിന്ന് പൂ ഇങ്ങനെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. അപ്പോൾ അത് വെട്ടുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടമാനം കാട് പോലെ ആകുമ്പോൾ ഞാൻ വെട്ടുന്നത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് പക്ഷേ ഞാനത് ഫുള്ള് വെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അതിൻ്റെ ചോടന് നിൽപ്പുണ്ട്. കുറേ കൂടെ താഴ്വശം വെട്ടിയിട്ട് അത് ചെറിയ താഴെ തന്നെ നിൽക്കുന്ന പോലെ വട്ടത്തിലൊന്ന് ആക്കി എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വിനോദം അതും കൂടെ എടുത്ത് കളയുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സൈഡെല്ലാം ആ ഒരു സൈഡ് ഫുള്ള് വല്ലാതെ കിടക്കുകയാണ്. പിന്നെ നിറച്ച് ഇപ്പോൾ തുളസിയും ഉണ്ട് കേട്ടോ. അപ്പോൾ തുളസി ഇപ്പം കളയാനൊന്നും പറ്റില്ല, കാരണം ഇവിടെ കിളികളൊക്കെ ഉള്ളത് കാരണം അവർക്ക് തുളസി കൊടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ എവിടെ തുളസി തൈ കണ്ടാലും അതെല്ലാം അവിടെ നന്നായിട്ട് നോക്കി അങ്ങനെ വെച്ചേക്കും. പിന്നെ അതെല്ലാം വെട്ടി കുറച്ച് 2 കമ്പ് കേട്ടോ, 2 നട്ട് വെച്ചു. പിന്നെ മുറ്റം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായി കേട്ടോ. അപ്പോഴത്തേക്കും ഞാനൊന്ന് അപ്പുറേ വരെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞ് ചാടി ഇവരുടെ അടുത്തോട്ട് കയറി ഇരിക്കുകയാണ്. അവരാണ് ഈ പേടിച്ചു വരിക്കുന്നത്. പിന്നെ ഞാൻ ഇവർ തമ്മിലൊരു ശീലമായിക്കോട്ടെ, രണ്ടുപേരുടെയും പേടി മാറട്ടെ. ഇവള് പിന്നെ ഇപ്പോൾ അങ്ങനെ ഉപദ്രവമൊന്നുമില്ല കേട്ടോ, മാറി അതിൻ്റെ അടുത്ത് വന്നിരിക്കത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ അവർക്ക് തുളസി വാടിയായിരുന്നു അതിനകത്ത് വെച്ചിരുന്ന തുളസിയെ. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ ഞാനൊരു തുളസിയുടെ ഒരു കമ്പ് കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ഞാൻ അതിനകത്തോട്ടൊരു ചരടിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് 2 പേർക്കും കഴിക്കാനത് സൗകര്യമാണ്. അവർ ഇരിക്കുന്ന ആ കമ്പിൻ്റെ ആ സൈഡിൽ കൊണ്ട് വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ മോർണിംഗ് ഗ്ലോറിയിൽ കുറേ വിത്ത് ഉണങ്ങിയ കുറേ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പറിച്ചിട്ട് ആ ചെടിച്ചട്ടിയിലോട്ട് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത്രയും ചെയ്തപ്പോഴത്തേക്കും മൂടലായി, നല്ല കാറ്റുമായി. പിന്നെ അത് കഴിഞ്ഞ് നല്ല ഉഗ്ര മഴയായിരുന്നു കേട്ടോ. നല്ല ഒന്നാം തരം മഴ പെയ്തു. അതും വളരെ കുറച്ച് സമയമുള്ളായിരുന്നു, പക്ഷെ നന്നായിട്ട് മഴ പെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം കഴിഞ്ഞ് നിന്നപ്പോഴാണ് ഈ ആക്രിയൊക്കെ എടുക്കുന്നവർ വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി നാളായിട്ട് എൻ്റെ ഒരു തലവേദനയായിരുന്നു ഈ ഒരു ട്രെഡ്മിൽ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം, ഇത് ആ സ്ഥലം കാലിയാക്കണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച് വർഷങ്ങളായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. കാരണം അപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്നു. പിന്നെ അത് കേടായിട്ട് പിന്നെ ആരും നന്നാക്കാനൊന്നും പോയില്ല. അപ്പോഴാണ് ഇന്ന് ഇവരിങ്ങനെ വണ്ടിയിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചേ. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റണം. എനിക്കൊരു തലവേദനയായിരുന്നു ആ ഒരു ഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേക്ക്. ഇന്ന് എൻ്റെ ആ തലവേദന എല്ലാം പോയി കേട്ടോ. അതെല്ലാം എടുത്ത് പിറക്കി കൊടുത്തു. പിന്നെ 2 TV ഉണ്ടായിരുന്നു. വലിയ പഴക്കമൊന്നും ഉള്ള TV അല്ല, പക്ഷേ ഇപ്പോഴത്തെ TV എല്ലാം പടപടേന്ന് കേടായിപ്പോവും. അപ്പോൾ അങ്ങനെ കേടായ 2 TV ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഇങ്ങനെ എല്ലാം കുറേ വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഇന്ന് കൊടുത്ത് അവിടെ എല്ലാം അങ്ങ് കാലിയാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്